ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. വചനവീഥിയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. പാദങ്ങൾക്ക് വിളക്കും വഴികളിൽ പ്രകാശവുമായി ഏക സത്യവും രക്ഷകനുമായി ഒരാൾ മാത്രമേ ഉള്ളൂ. ഞാൻ ലോകത്തിൻ്റെ പ്രകാശമാകുന്നുവെന്ന് യേശു പ്രഖ്യാപിക്കുമ്പോൾ നമ്മൾ തിരിച്ചറിയുന്ന സത്യം ഇതാണ്. യേശുവാകുന്ന പ്രകാശത്തിൽ ആയിരിക്കുന്ന നമ്മളും പ്രകാശം പരത്തും. നിങ്ങൾ ലോകത്തിൻ്റെ പ്രകാശമാണ്. പ്രകാശത്തെക്കുറിച്ച് യേശു പഠിപ്പിക്കുന്ന ഈ രണ്ട് പാഠങ്ങളും ഒരേപോലെ ചേർന്ന് വരണം. ഇന്നത്തെ കാലത്തിൻ്റെ പ്രത്യേക സാഹചര്യത്തിൽ ഭയപ്പെടേണ്ടത് ഇരുട്ടിനെയല്ല, ശ്രദ്ധയോടെ ഗൗരവത്തോടെ സമീപിക്കേണ്ടത് അന്ധകാരത്തെയുമല്ല. പകലെന്നോ രാത്രിയെന്നോ വ്യത്യാസമില്ലാതെ കൃത്രിമ വെളിച്ചത്തിൻ്റെ സംസ്കാരത്തിൽ ആ അന്ധകാരത്തിൽ ആയിരിക്കുന്ന മനുഷ്യൻ്റെ കാപട്യങ്ങളെയാണ്. ചിലപ്പോൾ നമ്മെ കബളിപ്പിക്കുന്ന പ്രകാശത്തിൻ്റെ മാസ്മരികതയിലും ആകർഷണ വലയത്തിലും ആലങ്കാരികതയിലും ബാഹ്യമോടികളിലും സമ്പന്നതയിലും നാട്യങ്ങളിൽ നമ്മൾ വഞ്ചിക്കപ്പെടാനും വീണുപോകാനും സാധ്യതയുണ്ട്. ഒരു പുഞ്ചിരി, പ്രോത്സാഹനം, സഹതാപം, ആശ്വാസവാക്ക്, അഭിനന്ദനം, നല്ല പെരുമാറ്റം, ഇതൊക്കെ മതി നമ്മുടെ മനസ്സ് മാറാൻ. പിന്നെയാണ് യാഥാർത്ഥ്യം മനസ്സിലാക്കുക. അപ്പോൾ സമയം വൈകിയിരിക്കും. പുറമേ പ്രകാശമെന്ന് ആദ്യം തോന്നും, എന്നാൽ വാസ്തവത്തിൽ ഇതാണ് യഥാർത്ഥ അന്ധകാരം. പുറമേ കാണുന്ന ഇരുട്ടിനെ സമീപിക്കുമ്പോൾ നമ്മൾ കൂടുതൽ ശ്രദ്ധിക്കും, ജാഗ്രത പുലർത്തും, വേഗത കുറയ്ക്കും. ഇവിടെ ഇരുട്ട് എന്ന് കരുതുന്ന ഒരു നിറത്തെ മാത്രം പേടിച്ചാൽ മതി. ഈ ലോക ജീവിതത്തിൽ യേശുവാകുന്ന പ്രകാശത്തിലായിരിക്കുമ്പോൾ ഒരിക്കലും വഞ്ചിക്കപ്പെടുകയില്ല, നിരാശപ്പെടുകയില്ല. അവിടെ രക്ഷയുടെ അനുഭവം സ്വന്തമാക്കുകയും ചെയ്യും. യേശുവാകുന്ന പ്രകാശത്തിൽ വസിക്കുന്നവർ ലോകത്തിൻ്റെ പ്രകാശമായി ജീവിക്കും. അപ്രകാരം മനുഷ്യർ നിങ്ങളുടെ സൽപ്രവൃത്തികൾ കണ്ട് നിങ്ങളുടെ സ്വർഗസ്ഥനായ പിതാവിനെ മഹത്വപ്പെടുത്തേണ്ടതിന് നിങ്ങളുടെ വെളിച്ചം അവരുടെ മുമ്പിൽ പ്രകാശിക്കട്ടെ. വേദപുസ്തകം ആരംഭിക്കുന്നത് പോലും ഇത് മുൻകൂട്ടി വെളിപ്പെടുത്തിക്കൊണ്ടാണ്. ദൈവം അരുളി ചെയ്തു, വെളിച്ചമുണ്ടാകട്ടെ. വെളിച്ചമുണ്ടായി. വെളിച്ചം നല്ലതെന്ന് ദൈവം കണ്ടു. അവിടുന്ന് വെളിച്ചത്തെ ഇരുളിൽ നിന്നും വേർതിരിച്ചു. ഇത് തന്നെയാണ് യോഹന്നാന്റെ സുവിശേഷത്തിൻ്റെ ആദ്യ ഭാഗത്ത് ആവർത്തിക്കുന്നത്. അവനിൽ ജീവനുണ്ടായിരുന്നു, ആ ജീവൻ മനുഷ്യരുടെ വെളിച്ചമായിരുന്നു. ആ വെളിച്ചം ഇരുളിൽ പ്രകാശിക്കുന്നു. അതിനെ കീഴടക്കുവാൻ ഇരുളിന് കഴിഞ്ഞില്ല. ഞാൻ ലോകത്തിൻ്റെ പ്രകാശമാകുന്നുവെന്ന് യേശു പറയുമ്പോൾ പിതാവിൻ്റെ അടുത്തേക്ക് മനുഷ്യരെ നയിക്കുന്ന ഏക മധ്യസ്ഥനാണ് യേശുവെന്ന് പ്രഖ്യാപിക്കുകയാണ്. നിങ്ങൾ ലോകത്തിൻ്റെ പ്രകാശമാണെന്ന് യേശു പറയുമ്പോൾ അവിടെ പരിശുദ്ധ കന്യകാമറിയവും വിശുദ്ധ യേശുപിതാവും സകല വിശുദ്ധരുമുണ്ട്. അതായത് അവർ യേശുവാകുന്ന പ്രകാശത്തിലേക്ക് നമ്മെ നയിക്കുന്ന മധ്യസ്ഥരാണ്. പ്രകാശത്തെക്കുറിച്ച് ചിന്തിക്കുമ്പോൾ ഈ ഒരു വ്യത്യാസം കൂടി നമ്മൾ തിരിച്ചറിയണം. അതുകൊണ്ടാണ് ദൈവത്തിനും മനുഷ്യർക്കും ഇടയിലുള്ള ഏക മധ്യസ്ഥൻ യേശുവാണെന്ന് പറയുന്നത്. പല കാലഘട്ടങ്ങളിലും ലോകത്തും ജീവിച്ച് കടന്നുപോയവർ നമുക്ക് ലോകത്തിൻ്റെ പ്രകാശമായി നിലകൊള്ളുകയാണ്. പ്രകാശമാണെന്ന് തെറ്റിദ്ധരിച്ച് അന്ധകാരത്തിൽ അകപ്പെട്ടു പോകാതിരിക്കുവാൻ ഈ വിശുദ്ധരുടെ ജീവിത മാതൃകകൾ നമ്മെ എന്നും സഹായിക്കുന്നു. ഈ പ്രത്യേക കാലഘട്ടത്തിൽ സംസ്കാരത്തിൽ പകലോ രാത്രിയോ വ്യത്യാസമില്ലാതെ എപ്പോഴും പ്രകാശത്തിൽ ആയിരിക്കുന്ന ഒരു കൃത്രിമ വെളിച്ചം സംസ്കാരം ഇന്നുണ്ട്. അവിടെ യഥാർത്ഥ പ്രകാശത്തിൽ നിന്നും അകന്നു പോകാൻ സാധ്യത കൂടുതലാണ്. രണ്ട് വലിയ പ്രശ്നങ്ങൾ നമ്മുടെ ആത്മീയ ജീവിതത്തെ നിരന്തരം ഇന്ന് തടസ്സപ്പെടുത്താം. ഒന്ന്, ലോകത്തിൻ്റെ പ്രകാശമായ യേശുവിനെ നമുക്ക് തിരിച്ചറിയാൻ കഴിയുന്നില്ല. ആരും നിങ്ങളെ വഴിതെറ്റിക്കാതിരിക്കുവാൻ സൂക്ഷിച്ചുകൊള്ളുവിൻ എന്ന് യേശു മുന്നറിയിപ്പ് നൽകുന്നത്. അതുകൊണ്ടാണ് വ്യാജപ്രവാചകന്മാരും പ്രബോധകരും അവതരിക്കുകയും നമ്മെ വഴിതെറ്റിക്കുകയും ചെയ്യും. കാരണം എല്ലാ മാധ്യമങ്ങളും ഒരു കണക്കിന് പ്രകാശമാണ്. പത്രങ്ങളും ടി വിയും ഇന്നത്തെ സോഷ്യൽ മീഡിയയും എല്ലാം അവതരിപ്പിക്കുന്ന ഒരു ആധുനിക ജീവിതം നമ്മെ ചിലപ്പോൾ വഴിതെറ്റിച്ചേക്കാം. രണ്ടാമത്തേതാണ് വളരെ പ്രധാനപ്പെട്ടത്. തിരിച്ചറിഞ്ഞ ഈ പ്രകാശത്തിൽ നിരന്തരം ആയിരുന്നുകൊണ്ട് സ്വയം പ്രകാശിച്ച് മറ്റുള്ളവർക്ക് പ്രകാശം പരത്തുവാൻ നമുക്ക് കഴിയാത്തതാണ്. അതിൽ രണ്ടാമത്തെ അവസ്ഥയ്ക്കാണ് പലപ്പോഴും പ്രാധാന്യം ലഭിച്ച് കാണുന്നത്. മഹാകവി അക്കിത്തം എഴുതിയ അന്നും ഇന്നും എന്നും പ്രസക്തമായ ആ പ്രസിദ്ധ വരികൾ ഓർമ്മയില്ലേ? വെളിച്ചം ദുഃഖമാണുണ്ണി, തമസല്ലോ സുഖപ്രദം, അറിഞ്ഞ സത്യം, നീതി, കരുണ, സ്നേഹം എന്നിങ്ങനെ സനാതന മൂല്യങ്ങളെ നമ്മുടെ ജീവിതത്തിൽ പ്രാവർത്തികമാക്കുവാൻ തയ്യാറാകാത്ത മനസ്സ്, അത് സ്വീകരിക്കുമ്പോൾ ഉണ്ടാകാവുന്ന പ്രയാസങ്ങൾ കാരണം
ഇരുട്ടിൽ ഒളിച്ചിരിക്കുന്ന ജീവിതം എന്നിങ്ങനെയുള്ള വ്യാഖ്യാനങ്ങൾ ശരിയാണ്. എന്നാൽ പ്രധാനപ്പെട്ട ഒരു കാര്യം അത് തിരിച്ചറിയാൻ സാധിക്കുന്നില്ല എന്നതാണ്. അതുകൊണ്ടാണ് കുഞ്ഞുണ്ണി തൻ്റെ കുറും കവിതയിൽ ഇങ്ങനെ പാടുന്നത്: ഇരുട്ടിന് ഒന്നേ നിറം, വെട്ടത്തിന് അനേകവും. അതാണ് പറഞ്ഞത്, ഭയപ്പെടേണ്ടത് ഇരുട്ടിനെയല്ല, ശ്രദ്ധിക്കേണ്ടത് അന്ധകാരത്തെയല്ല. കാരണം ആ സമയത്ത് നമ്മൾ കൂടുതൽ ശ്രദ്ധിക്കും, ജാഗ്രത പുലർത്തും, വേഗത കുറയ്ക്കും, പ്രവർത്തനങ്ങൾ നിർത്തിവെക്കും. ഇരുട്ട് എന്ന് കരുതുന്ന ഒരു നിറത്തെ മാത്രം പേടിച്ചാൽ മതി. എന്നാൽ പ്രകാശത്തിൻ്റെ വിവിധ വർണ്ണങ്ങളുള്ള അന്ധകാരത്തെ നമ്മൾ എങ്ങനെ തിരിച്ചറിയും? മോഹിപ്പിക്കുന്ന വർണ്ണപ്രപഞ്ചങ്ങൾ, ചേതോഹരങ്ങളായ കാഴ്ചകൾ, ആകർഷകങ്ങളായ ബാഹ്യ അലങ്കാരങ്ങൾ, വശീകരിക്കുന്ന പരസ്യവാചകങ്ങൾ, മതിപ്പിക്കുന്ന ബാഹ്യ സൗന്ദര്യ ദർശനങ്ങൾ, ഹരം കൊള്ളിക്കുന്ന വസ്തുപ്രപഞ്ചങ്ങൾ, ജീവിത യാഥാർത്ഥ്യങ്ങളെ തന്നെ വിസ്മരിപ്പിക്കുന്ന മായാലോകങ്ങൾ, വിസ്മയിപ്പിക്കുന്ന സഞ്ചാരപഥങ്ങൾ, ഇങ്ങനെ മോഹിപ്പിക്കുന്നതും ഉത്തേജിപ്പിക്കുന്നതും ലഹരിയിൽ ആഴ്ത്തുന്നതുമായ സ്വപ്നങ്ങളിൽ ലയിപ്പിക്കുന്ന ഈ ലോക ജീവിത ചിത്രത്തിൽ യഥാർത്ഥ പ്രകാശത്തെ നമ്മൾ എങ്ങനെ തിരിച്ചറിയും? എന്ന് മാത്രമല്ല, യഥാർത്ഥ പ്രകാശത്തിലായിരിക്കുന്നവരുടെ വാക്കുകൾ മരുഭൂമിയിൽ വിളിച്ചു പറയുന്നവൻ്റെ വെറും ശബ്ദമായി മാറുകയും ആരും കേൾക്കാനില്ലാത്ത, അനുസരിക്കുവാൻ തയ്യാറില്ലാത്ത ലോകം സൃഷ്ടിക്കുകയും ചെയ്യും. വെളിച്ചത്തിൻ്റെ വലിയ ചതിവാണിത്. ഗ്രീക്ക് ചിന്തകനായ ഡയോജനീസ് നട്ടുച്ചയ്ക്ക് റോമിലെ നഗരവീഥികളിൽ റാന്തൽ വിളക്കുമായി കാണുന്ന എല്ലാവരുടെയും മുഖത്തേക്ക് നോക്കി ഞാനൊരു മനുഷ്യനെ തിരയുകയാണെന്ന് പറഞ്ഞുകൊണ്ട് നടന്നത് വായിക്കുമ്പോഴാണ് പ്രശ്നം ഇരുട്ടിൻ്റെയല്ല, മറിച്ച് പ്രകാശത്തിൻ്റെയാണെന്ന് വ്യക്തമാകുന്നത്. സാഹിത്യകൃതികളൊക്കെ ഇത്തരത്തിലൊരു സമീപനത്തെയാണ് സ്വീകരിക്കുന്നത്. അതായത് വെളിച്ചത്തിൻ്റെ ചതിവിനെ. പി പത്മരാജൻ്റെ അവകാശങ്ങളുടെ പ്രശ്നം എന്ന കഥയൊക്കെ ഈ വിഷയം പണ്ടേ അവതരിപ്പിച്ചതാണ്. പെൺകുട്ടി പ്രകാശം പരത്തുകയാണ് എന്ന് കണ്ടെത്തുക, അതാണ് പ്രധാനപ്പെട്ട കാര്യം. ടി പത്മനാഭൻ്റെ രചനകൾക്ക് പ്രകാശം വീണത് അവിടെയാണ്. വെളിച്ചത്തിന് എന്തൊരു വെളിച്ചം എന്നൊക്കെ ബഷീർ പറയുന്നത് ഈ അർത്ഥത്തിലാണ്. അപ്പോൾ സങ്കീർത്തകൻ പാടുന്നത് പോലെ പാദങ്ങൾക്ക് വിളക്കും പാതകളിൽ പ്രകാശവുമായ വചനത്തിൻ്റെ കൂടെ നിരന്തരം സഞ്ചരിക്കുകയല്ലാതെ മറ്റു വഴികളൊന്നും നമുക്കില്ല. അതിൻ്റെ പൂർത്തീകരണമായിട്ടാണ് ക്രിസ്തു കടന്നു വരുന്നത്. ഏശയ്യ അത് നേരത്തെ തന്നെ പറഞ്ഞു വച്ചിട്ടുണ്ട്. അന്ധകാരത്തിൽ കഴിഞ്ഞ ജനം വലിയ പ്രകാശം കണ്ടു, ഇരുട്ടിൽ കഴിഞ്ഞിരുന്നവരുടെ മേൽ ഒരു ദീപ്തി ഉദയം ചെയ്തു. ആ പ്രകാശമാണ് ക്രിസ്തു. ഹാ പുഞ്ചിരി കുലീനമാം കള്ളം എന്നൊക്കെ വൈലോപ്പള്ളി പാടുന്നത് പോലെ ഇനി അങ്ങോട്ട് ഒരു പുഞ്ചിരി, ഒരു സഹതാപം, ഒരു സമ്മാനം, ഒരു സ്പർശനം, ഒരു പ്രണയാഭ്യർത്ഥന, ഇങ്ങനെ തുടങ്ങി ജീവിതത്തിൻ്റെ സമസ്ത തലങ്ങളെയും സ്വാധീനിക്കുന്ന പ്രകാശത്തിൻ്റെ രൂപം ധരിച്ച അന്ധകാരത്തിന് ഇനി സ്ഥാനമില്ല. കാരണം സൂര്യനെ എന്ന പോലെ നിരന്തരം നമ്മൾ ക്രിസ്തുവിനെ നോക്കിയിരിക്കും. യഥാർത്ഥ പ്രകാശത്തിൻ്റെ ഉറവിടമായ ക്രിസ്തുവിലേക്ക് നമ്മൾ നയിക്കപ്പെടും. ഏത് വർണ്ണ പ്രപഞ്ചം നമ്മെ കാത്തിരുന്നാലും നമ്മെ മാറ്റിമറിച്ചാലും ക്രിസ്തുവാകുന്ന ധവളപ്രകാശത്തിൻ്റെ ആ ശക്തിയിൽ യഥാർത്ഥ കാഴ്ചയുള്ളവരായി നമ്മൾ ജീവിക്കും. സൂര്യപ്രകാശം സ്വീകരിച്ച് വെളിച്ചമായിത്തീരുന്ന ചന്ദ്രനെ പോലെ മറ്റുള്ളവർക്ക് പ്രകാശമായി തീരുവാൻ, അതുവഴി ലോകത്തിൻ്റെ പ്രകാശമായി തീരുവാൻ നമുക്കെല്ലാവർക്കും സാധിക്കട്ടെ.